ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് പനിയായിട്ട് കാരണം എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ വലിയ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ പോയത് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ നല്ല മരുന്നാണ്, നല്ല ഡോക്ടേഴ്സും ആണെന്ന് പറഞ്ഞപ്പം നമ്മൾ പോയി. അത് സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ചെന്ന് കണ്ടപ്പോൾ. കാരണം അത്രമാത്രം ജനങ്ങളാണ് അവിടെ, ഭയങ്കര ജനക്കൂട്ടമാണ്, ജനത്തിരക്കാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണുള്ളിയിട്ട തരത്തിൽ അതേപോലെ ആളാണ്. ഞാൻ എൻ്റെ കണ്ണിനെ കണ്ട കാഴ്ചപ്പെടുന്നു, അത്ര ജനം. അപ്പം നല്ല ഡോക്ടറും നല്ല മരുന്നൊക്കെ ആയാലും ഉണ്ടായിരിക്കുമല്ലോ, അത്രയും ആൾ. അപ്പോൾ മോൻ പറഞ്ഞു പ്രൈവറ്റിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഗവൺമെൻറ് ഇത്ര നല്ല മരുന്ന്, നമുക്ക് അവിടെ പോയി നോക്കാം, കുറവില്ലെങ്കിൽ പ്രൈവറ്റിൽ പോകാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് പോയത്. ഞാൻ കണ്ട ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. നമുക്ക് ക്ഷീണം ഒട്ടും വയ്യ, ക്ഷീണമാണെന്ന് പറഞ്ഞ് ട്രിപ്പ് കുത്തിയിടണം, അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയ ഡോക്ടർ തന്നെ അതിന് നല്ല അഭിപ്രായം പറഞ്ഞ് നമ്മളെ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ മരുന്നൊക്കെ അതുപോലെ തന്നെ ആൾ കാരണം നമ്മളൊരു 2.5-3 മണിക്കൂർ പുറത്ത് നമ്മളവിടെ നിന്നു. അത്രയും ജനമായിരുന്നു. നമുക്ക് മരുന്നും ഡോക്ടറെ കാണലും ഇഞ്ചക്ഷനും എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുതപ്പെട്ട പനിക്ക് വരുന്നവർക്കെല്ലാം ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല അതാ. കാരണം എൻ്റെ കൂടെ നിന്നവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ക്യൂവിൽ, അതുകൊണ്ടാണ് ഞാൻ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ചെറുത് നുറുക്കരിയുടെ കഞ്ഞി വെക്കുന്ന മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മരുന്നുണ്ടോ, മരുന്ന് 3 സൈസ് ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചൂടുവെള്ളത്തിൽ കഴുകി കുടിക്കാനുള്ള ഉണ്ട്. അപ്പം ഇതും മരുന്ന് കുറവില്ലെന്നുണ്ടെങ്കിൽ നാളെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേഹത്ത് വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ദേഹത്ത് വേദന, ഒരുമാതിരി വെട്ടി പിടിക്കുന്ന ഓണക്കത്തെ ദേഹത്ത് വേദന, മുട്ടും കാലും ദേഹം എല്ലാം, കണ്ണും തലയും ഒക്കെ വേദനയാണ്. അപ്പം ഛർദിലോ മനമറക്കലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ചൂടുവെള്ളം നല്ല ചൂട് കഞ്ഞിവെള്ളമൊക്കെ കിട്ടി അങ്ങ് കുടിക്കാൻ തോന്നും, മടക്കാൻ കുടിക്കാൻ തോന്നും. അത്ര ഒരു ഇഷ്ടം മാത്രമേ തോന്നുന്നുള്ളൂ. എൻ്റെ ചൂട് ചായ, ചൂട് കഞ്ഞിവെള്ളം ഇതൊക്കെ കുടിക്കാൻ തോന്നുന്നു, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പറയാൻ വന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും അവിടെ ആശുപത്രിയിൽ എന്തോരം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അറിയാവോ. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും വയ്യാതെ വന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോണം, മാറുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഗുളിക വാങ്ങി കഴിക്കലാണ് എൻ്റെ പരിപാടി. ഒരു ഗുളിക അങ്ങനെ കഴിക്കുക, അത്ര എനിക്ക് ഗുളിക കഴിക്കാൻ മടിയാണ്, ഭയങ്കര മടിയാണ്. എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഗുളിക തരണം, ഇതിൻ്റെ സിറപ്പ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ സിറപ്പ് കുഞ്ഞിപ്പിള്ളേർക്ക് കൊടുക്കുന്നത് അത് ഇയാൾക്ക് തന്നാലോ, അത് പറ്റത്തില്ല, ഗുളിക തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗുളിക തന്നു വിട്ടത്. ഈ ഗുളിക കഴിക്കാൻ മടിയായോണ്ട് കേട്ടോ. പിന്നെ 1-2 ആവിയും കൂടെ ഒക്കെ കൊള്ളുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. ആവി കൊള്ളാൻ പിള്ളേരെ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം പിള്ളേരല്ല ചെയ്യുന്നത്. അത് രാവി പിടിക്കാൻ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അത്രയുമേ വയ്യ. അപ്പം ഞാനിത് പറഞ്ഞത് ഇതുകൊണ്ടാണ്, ആർക്കായാലും വയ്യാണ്ട് വന്നാലും വെച്ചുകൊണ്ടിരിക്കേണ്ട, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവുക. പനിയോ ഛർദിലോ വയറുവേദനയോ എന്തായാലും മഴക്കാലമാണ്. നമ്മുടെ കുഞ്ഞുമക്കളായാലും നമ്മുടെ അച്ഛനമ്മമാരായാലും മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആരായാലും വെച്ചുകൊണ്ടിരിക്കാൻ നിൽക്കേണ്ട, അപ്പോഴും തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണാം. കാരണം ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കാണ്. ഞാൻ ഇപ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ, എനിക്ക് അവിടെ നിന്നിട്ടാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ ഒരു ഫോട്ടോ പോലും എടുക്കാൻ വയ്യ. എനിക്ക് അത്ര വയ്യായിരുന്നു, തളർന്ന് നിൽക്കുമായിരുന്നു ഞാൻ. അത്രമേ പനിച്ചിട്ട് എനിക്ക് വയ്യായിരുന്നു. പനിക്കുന്നതിനേക്കാളും എനിക്ക് ദേഹത്ത് വേദന സഹിക്കാൻ വയ്യായിരുന്നു. അപ്പം ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പനിയൊക്കെ വന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട, എനിക്ക് തീരെ വയ്യ, കഴിക്കാനും കുടിക്കാനും ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. വെച്ചുകൊണ്ടിരിക്കേണ്ട, വൈകിട്ടത്തേക്കൊക്കെ മാറുമായിരിക്കും, ഗുളികയെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മാറുമായിരുന്നു. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറവില്ലെങ്കിൽ നാളെ ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചു.
വർത്തമാനം പറയാൻ പോലും വയ്യ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, മഴക്കാലം അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സൂക്ഷിക്കുക. വീട്ടിലുള്ള മക്കളും ചെറുമക്കളെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. മഴയത്തൊന്നും അധികം ഇറക്കി കളിപ്പിക്കാനൊന്നും വിടണ്ട കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ മഴയൊക്കെ നനഞ്ഞിട്ട് സുഖമൊക്കെ കിടക്കുക. കാരണം നമുക്കൊക്കെ തന്നെ വയ്യാതെ വന്നിട്ട് എന്നെ താങ്ങാൻ പറ്റുന്നില്ല. തൊണ്ടയൊക്കെ ആണെങ്കിൽ അങ്ങ് എന്താണെന്നറിയത്തില്ല, ഒരു വല്ലാത്തൊരവസ്ഥയാണ് തൊണ്ടയ്ക്കൊക്കെ. അപ്പം ഓക്കെ, ബൈ.